നമുക്കിപ്പം കെ രമ തന്നെയുണ്ട്. ഈ താങ്കളടക്കമുള്ള ആളുകൾ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങൾക്കും അല്ലാതെയുള്ള ആക്രമണങ്ങൾക്കും ഇരയായ ആളുകളാണ്. അപ്പോൾ ഈ കെ ശൈലജയെ പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ഈ സൈബർ എടുത്തുന്ന രൂക്ഷമായ കാര്യങ്ങൾ ഉയർന്നു വരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? അല്ല, അതൊരു വലിയ ഗൗരവമായ ഒരു വിഷയമാണ്. കാരണം ഞങ്ങളെപ്പോലെ പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ വളരെ കാലമായി ഇത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പരാതി കൊടുക്കുമ്പോൾ ഒരാളുടെ പേരും നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത് കൂടുതൽ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം. ഇപ്പോൾ ഇവിടെ LDF സ്ഥാനാർത്ഥി അവസാനം പത്രസമ്മേളനം നടത്തി പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് അവർ അവരുടെ പരാതിയിൽ തന്നെ പറയുന്നു. ഇതിന്റെ പരാതി ആഭ്യന്തര വകുപ്പിനെ പോലീസിന് കൈമാറിയിട്ട് നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അവർ തന്നെ പറയുന്നു. അപ്പൊ പരാജയം ആരുടേതാണ്? പരാജയം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റേതാണ്. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഭരിക്കുന്ന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരാജയമാണ് അത് സൂചിപ്പിക്കുന്നത്. പോലീസ് എടുക്കേണ്ട ആക്ഷൻ എന്താ എടുക്കാത്തത്? ഞങ്ങളൊക്കെ പരാതികൾ കൊടുക്കല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന്റെ തികഞ്ഞ ഉത്തരവാദിത്തം ഇവിടെ പോലീസിനാണുള്ളത്. ആരാണ് ചെയ്തത്? നടപടി എടുക്കണം. ഞങ്ങൾക്ക് ആവശ്യം അതാണ്. പക്ഷെ കൃത്യമായി തന്നെ വന്നിട്ടുണ്ടല്ലോ ഈ UDFന്റെ ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗം, പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകൻ, ഇവരുടെയൊക്കെ കൃത്യമായ അഡ്രസ്സിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ പേജുകളിൽ നിന്ന് തന്നെയാണ് കൃത്യമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് നേതാക്കൾക്ക് അല്ല, നേതാക്കൾ ഒരിക്കലും ഒഴിഞ്ഞു മാറില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞോ ഇവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് പ്രചരണം നടത്തുന്നത് ഷാഫി പറമ്പിലിന് ആളുകളാണെന്ന്? ഷാഫി പറമ്പിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കില്ല, ഇതിനൊപ്പം നിൽക്കില്ല, ആരായാലും തള്ളിപ്പറയുമെന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാവരും എടുത്തത്. ആ നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അതേപോലെ അപ്പുറത്ത് നടത്തിയ ആളുകൾക്കെതിരെയും കൂടി നടപടിയെടുക്കാനും കൂടി തയ്യാറാകണം. ഇതിന് മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ട്. അതിനൊക്കെ എതിരെ നടപടിയെടുക്കാനും കൂടി തയ്യാറാകണം എന്നതാണ്. ഇത് അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് ആവശ്യം അതേ ഉള്ളൂ. സ്ത്രീകൾ, പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ ഇനി ഇതുപോലെ അധിക്ഷേപം നേരിടരുത്. അവസാനം ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കട്ടെ പോലീസ്. നിങ്ങളുടെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ നിലവിൽ? ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, നിർദ്ദേശം പ്രത്യേകം പറയേണ്ടതിൽ ആർക്ക് നേരെയും ഒരു ലൈംഗിക അധിക്ഷേപങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ ആണധികാര സമൂഹത്തിൽ ഒരു ആണധികാരം കാണിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അത് അണികളിലും അല്ലെ ചില ആളുകളും അങ്ങനെ കാണിക്കുമ്പോൾ അത് പെട്ടെന്ന് ചിലപ്പോൾ മാറ്റാൻ സാധിച്ചെന്നില്ല. പക്ഷെ നേതൃത്വത്തിന് പറ്റുമല്ലോ. നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കൂടി ഇങ്ങനെ വരുമ്പോഴാണ് അതിന്റെ പ്രശ്നം. ഇന്നലെ P ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റും മയങ്ങി നോമിനേഷൻ കൊടുത്തു എന്ന് പറയുന്ന അശ്ലീലത, അത് വരുന്നത് സാധാരണക്കാരനല്ല, അതൊരു CPMന്റെ നേതാവിന്റെ ഭാഗത്തു നിന്നാണ്. അതിനെ തള്ളി പറയുമോ LDFന്റെ സ്ഥാനാർത്ഥി? പറഞ്ഞിട്ടില്ല, അതിനെ ന്യായീകരിച്ചു. അതിനെതിരെ നടപടിയെടുക്കണം പോലീസ്. ഞങ്ങൾ അതിനെ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ സ്ത്രീകളെ അധിക്ഷേപിച്ചതാണ്. ഇങ്ങനെ എല്ലാ അധിക്ഷേപങ്ങളും, അത് ടീച്ചർക്കുൾപ്പെടെ വന്ന അധിക്ഷേപങ്ങളെ കൃത്യമായി നടപടിയെടുക്കുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസ് തയ്യാറാവണം. അപ്പോൾ ഈ സൈബർ അധിക്ഷേപങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അനുകൂലമായാണ് പലപ്പോഴും. ഇപ്പോൾ താങ്കളുടെ കാര്യമായാലും തൃക്കാക്കരയിലെ കാര്യമായാലും ഉമ്മൻചാണ്ടിയുടെ മകളുടെ കാര്യമായാലും അവിടെയൊക്കെ വിജയമുണ്ടാവുന്നത് ഇരകൾക്കൊപ്പമാണ്. അങ്ങനെ ഒരു അനുകൂല വികാരം അങ്ങനെയാണെങ്കിൽ ശൈലജ ടീച്ചർക്ക് വരില്ലേ? അല്ല, അങ്ങനെ വരുന്നെങ്കിൽ ആരാണ് ചെയ്യേണ്ടത്? ശൈലജ ഞങ്ങളൊക്കെ ആഭ്യന്തര വകുപ്പിനാണ് പരാതി കൊടുത്തത്. ഭരിക്കുന്ന ഭരണകക്ഷികൾക്കെതിരെയാണ് ഈ ആളുകളെ നിയമത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. അത് പരാതി എടുക്കാത്തതിന് ഉത്തരവാദിത്തം ആരാണ്? അതേ വകുപ്പ് കഴിയുന്ന അതേ പാർട്ടിയുടെ നേതാവ് അത് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയില്ലേ? അവർ ഞങ്ങളെ പറയേണ്ട ആളാണോ? അവരിതിന് മുന്നിൽ നിന്ന് നടപടിയെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യേണ്ട ആളല്ലായിരുന്നോ? ഞങ്ങളൊക്കെ അധിക്ഷേപങ്ങൾ നേരിട്ടപ്പോൾ ഇവരൊക്കെ എന്താണ് പ്രതികരിച്ചത്? അതൊരു ചോദ്യമല്ലേ? ആ സമയത്ത് എന്ത് പ്രതികരണമുണ്ടായി? എന്റെ പേരിൽ ഞാനൊരു വ്യാജ വീഡിയോ ഇറങ്ങിയത് കൈരളി ചാനലാണ് കൊടുത്തത്. കൈരളി ചാനൽ ഇപ്പോഴും, ആ കൈരളി ചാനലിന്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് പിൻവലിച്ചിട്ടില്ല. അതിനെതിരെ ഒരാളും സംസാരിച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് നടത്തിയത് CPM നേതാക്കന്മാർ. അതിനെ തള്ളി പറഞ്ഞോ ഈ ടീച്ചർ ഉൾപ്പെടെയുള്ള CPMന്റെ മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാർ? ഈ തള്ളിപ്പറയൽ എല്ലായിടത്തും ഉണ്ടാകണം. ഞങ്ങൾ തള്ളിപ്പറയുന്നുള്ളൂ. CPMന്റെ ഏത് നേതാവിനെതിരെയും വന്നപ്പോൾ ഞാൻ നിലപാടെടുത്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്. അതേ നിലപാടെടുക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഇവർ ചെയ്യുമോ? എന്തായാലും അതിരൂക്ഷമായ സൈബർ ആക്രമണത്തിന് ഇരയായ ഒരു പൊതുപ്രവർത്തക കൂടിയാണ് കെ രമ. അവർ പറയുന്നത് കൃത്യമായ നടപടികൾ ഓരോ ഘട്ടത്തിലും ഉണ്ടാവാത്തതാണ് ഇത്തരം അതിക്രമങ്ങൾ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ പെരുകാൻ കാരണമെന്നാണ് അവർ പറയുന്നത്.